ഹലോ ഡിയർ ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സ് ആണ്. ശ്രദ്ധിച്ചാൽ ഒരു മാർക്കാണ്. 2026 IPL ട്രേഡിൽ മലയാളി ക്രിക്കറ്റർ സഞ്ജു സാംസണിനെ സ്വന്തമാക്കിയ ടീം ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 2026 IPL ട്രേഡിലൂടെ മലയാളി താരം സഞ്ജു സാംസണിനെ സ്വന്തമാക്കിയ ടീം. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ കഥകളി അവാർഡ് 2025 അർഹനായത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ കഥകളി അവാർഡ് 2025 അർഹനായത് മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഓർത്തിരിക്കുക, മട്ടന്നൂർ ശങ്കരൻകുട്ടി. മെറ്റയുടെ പ്രഥമ ചീഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓഫീസറായി നിയമിതനായത് അലക്സാണ്ടർ വാങ് ആണ്. മെറ്റയുടെ പ്രഥമ ചീഫ് AI ഓഫീസറായി നിയമിതനായത് അലക്സാണ്ടർ വാങ്. കാവേരി നദിക്ക് കുറുകെ മേക്കദാട്ടു അണക്കെട്ട് നിർമ്മിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. കാവേരി നദിക്ക് കുറുകെ മേക്കദാട്ടു അണക്കെട്ട് നിർമ്മിക്കുന്ന സംസ്ഥാനം മേക്കദാട്ടു അണക്കെട്ട് കർണാടക. കാവേരി നദിക്ക് കുറുകെ 2025 നവംബറിൽ അന്തരിച്ച പത്മശ്രീ ജേതാവായ കർണാടകയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക സാലുമരദ തിമ്മക്കയാണ്. വൃക്ഷമാതാവ്, ആൽമരങ്ങളുടെ അമ്മ എന്നീ വിശേഷങ്ങളിൽ അറിയപ്പെടുന്നു. 2019 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. പേരോർത്തിരിക്കുക, സാലുമരദ തിമ്മക്ക. പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് 2025 വേദിയാകുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് 2025 വേദിയാകുന്ന സംസ്ഥാനം തമിഴ്നാട്. പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് 2025. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അവബോധ ഗവേഷണ ലബോറട്ടറി ആരംഭിച്ചത് മദ്രാസ് IITയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അവബോധ ഗവേഷണ ലബോറട്ടറി ആരംഭിച്ചത് മദ്രാസ് IIT. ചൊവ്വയെ അന്തരീക്ഷം, കാന്തിക മണ്ഡലം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നത് നാസയുടെ ദൗത്യമാണ് എസ്കേപ്പ് ആൻഡ് പ്ലാസ്മ ആക്സിലറേഷൻ ആൻഡ് ഡൈനാമിക്സ് എക്സ്പ്ലോറേഴ്സ്. ദൗത്യത്തിൻ്റെ ഭാഗമായി വിക്ഷേപിച്ച പേടകങ്ങൾ ബ്ലൂ ഗോൾഡ്, റോക്കറ്റ് ന്യൂ ഗ്ലെൻ. വികസിപ്പിച്ച സ്ഥാപനം ബ്ലൂ ഒറിജിൻ. അപ്പോൾ ഓർത്തിരിക്കുക, നാസയുടെ ദൗത്യം എസ്കാപ്പഡെ. 2025 നവംബറിൽ ഭരത് PJ ആൻ്റണി സ്മാരക അവാർഡിന് അർഹനായത് TG രവിയാണ്. 2025 നവംബറിൽ ഭരത് PJ ആൻ്റണി സ്മാരക അവാർഡിന് അർഹനായത് TG രവിയാണ്. TG രവി. 2025 നവംബർ 13 ഉൽപ്പാദനം അവസാനിപ്പിച്ച അമേരിക്കയിലെ ഏറ്റവും മൂല്യം കുറഞ്ഞ നാണയം പെന്നിയാണ്. ആദ്യമായി പുറത്തിറക്കിയ വർഷം 1793 ഇപ്പോൾ 2025 നവംബർ 13 ഉൽപ്പാദനം അവസാനിപ്പിച്ച അമേരിക്കയിലെ ഏറ്റവും മൂല്യം കുറഞ്ഞ നാണയം പെന്നി സെൻറ്റാണ്. പെന്നി ഓർത്തിരിക്കുക. പാകിസ്ഥാനിൽ പുതുതായിട്ട് രൂപീകൃതമായ ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് അമീനുദ്ദീൻ ഖാനാണ്. പാകിസ്ഥാനിൽ പുതുതായി രൂപീകൃതമായ ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് അമീനുദ്ദീൻ ഖാൻ. ഇപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്